ഇത്രയും നാളും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കയറുമോ എന്നുള്ള ഒരു ആശങ്കയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ സഞ്ജു സാംസൺ കേരള ടീമിൽ കയറുമോ എന്നുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ആയിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞല്ലോ സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഈഗോ ഇഷ്യൂ ആണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല, നല്ലോണം അങ്ങോട്ട് പുകയുകയാണ്. എന്താവും അറിയില്ല. എന്തുതന്നെയായാലും ഈ ഒരു അവസരം മുതലെടുത്ത് അന്യ സംസ്ഥാനങ്ങൾ, തമിഴ്നാട് ഉൾപ്പെടെ സഞ്ജു സാംസണെ അവരുടെ ടീമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ടീമിലേക്ക് പോയി ഇവിടെ കളിക്കാനൊക്കെ. പക്ഷേ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളരെ കടുത്ത നിലപാടിലാണ്. അവർ പറഞ്ഞിരിക്കുന്നത് സഞ്ജു സാംസണ് ഇനിയും കേരള ക്രിക്കറ്റ് ടീമിൽ എടുക്കാം, പക്ഷേ ഈ ഒരു കാര്യം ചെയ്താൽ എന്താണത്, ഈ T20 ടൂർണമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാമ്പിലെത്തി ഇവിടെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇല്ലെങ്കിൽ കേരള ടീം അങ്ങോട്ട് മറന്നേക്ക്, അതിലൂടെ ഇന്ത്യൻ ടീം സെലക്ഷൻ അങ്ങോട്ട് മറന്നേക്ക് എന്നാണ് KCA പറഞ്ഞിരിക്കുന്നത്. അല്ല, ക്യാമ്പിൽ പങ്കെടുക്കുക എന്നുള്ളതൊക്കെ ഒരു പ്ലെയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ അതിനകത്ത് വലിയ രീതിയിൽ കിടക്കുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഇപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മേനെയും ഒക്കെ അവരവരുടെ സംസ്ഥാനങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ രഞ്ജി ക്യാമ്പിൽ പങ്കെടുത്തില്ലെങ്കിൽ ഞങ്ങൾ വിഷയം ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉണ്ടാവില്ലായിരുന്നു അല്ലേ.